ശ്യാംകുമാറിൻ്റെ ഈ പുസ്തകം ശ്യാംകുമാറിൻ്റെ മുന്നേയുള്ള കുറേ എഴുത്തുകൾ, അതിനു മുൻപ് ഒരുപാട് പേർ ഒരു പോരാട്ട വഴിയിലൂടെ നടന്നതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ കാണുകയും ഇന്നും ശ്യാംകുമാർ ഇതിൻ്റെ തുടർച്ച കാത്തു സൂക്ഷിക്കുകയും നിരന്തരം എഴുതുകയും ചെയ്യുന്നു. അതുകൊണ്ടൊരു ഈ പുസ്തകം യഥാർത്ഥത്തിൽ വലിപ്പമേറിയ ഒരു പുസ്തകമാണ്. അത് ഇനിയും നീണ്ടുപോകാവുന്ന സാധ്യതകൾ ഉള്ള പുസ്തകം കൂടിയാണ്. ജാതിയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഘടകം. മാത്രമല്ല ശ്യാംകുമാറിൻ്റെ ഒരു അന്വേഷണ മേഖല ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ഒരു പക്ഷേ അത് ഞെട്ടിപ്പിച്ചേക്കാം. കാരണം പാരമ്പര്യമായി പഠിച്ചുകൊണ്ടിരുന്ന സംസ്കൃത പഠനങ്ങൾ സർവകലാശാലാ തലത്തിലേക്ക് പഠന വിഷയമായിട്ട് വരുന്ന സമയത്ത് അതുവരെ സംസ്കൃതം പഠിക്കാൻ അവകാശമില്ലാത്ത, അധികാരമില്ലാത്ത ഒരു കൂട്ടർക്ക് കൂടി സംസ്കൃതം പഠിക്കാൻ ഇടയുണ്ടാവുന്നു. അത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ധാരാളമായി പിന്നോക്കക്കാർ, ഇപ്പോൾ വൈദ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഭാഗക്കാർ സംസ്കൃതം അറിയുന്ന വിഭാഗങ്ങളായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ സംസ്കൃതത്തിന് ഉണ്ടായിട്ടുള്ള മേൽക്കോയ്മ, അപ്പോൾ പോലും സംസ്കൃതം പഠിക്കുന്നവർ വളരെ ചുരുങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിൽ സംസ്കൃതം പഠിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ അതൊരു ബ്രാഹ്മണിക് കൃതികളെ വലിയ രീതിയിൽ പഠനവിധേയമാക്കുന്നു. ഇന്ത്യാ ചരിത്രത്തിൽ എങ്ങനെയാണ് ഹിന്ദുത്വം വലിയ രീതിയിൽ നമ്മളുടെ അബോധതലത്തിലെ മാറ്റിയെടുത്തിട്ടുള്ളത്, അതിനൊരു മേൽക്കോയ്മ സ്ഥാപിച്ചത് എങ്ങനെ എന്നതെല്ലാം പലരാൽ പഠിക്കപ്പെടുകയും തുടർന്നും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ വലിയൊരു മുഹൂർത്തത്തിലാണ് ശ്യാംകുമാർ തൻ്റെ നിരന്തരമുള്ള കുറിപ്പുകൾ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ പല പത്രങ്ങളിലും മറ്റ് ആനുകാലികങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള അതാത് സന്ദർഭങ്ങളിൽ വളരെ പ്രസക്തമായതുമായ കുറിപ്പുകളുടെ ഒരു സമാഹാരം കൂടിയാണ്. നമ്മൾ ജാതി ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ജാതി പ്രത്യക്ഷത്തിലുള്ളൊരു വിവേചനത്തെ മാത്രമാണെന്ന് കരുതിയാൽ തെറ്റി. ജാതി അതിനപ്പുറത്താണ്. ചിലത് നമ്മൾ കാണാതിരിക്കാനുള്ള ശീലം കൂടിയാണ്. ചില വിവേചനങ്ങളെ കാണാതിരിക്കാനുള്ള ശീലം നമുക്ക് ജാതിയും അതിൻ്റെ ഷൗക്കത്ത് നേരത്തെ പറഞ്ഞ മാതിരിയാണ്. ഒരു പേര് മതി എന്നതുപോലെ തന്നെ ഒരു നിറം മതി നിങ്ങൾക്ക് വിവേചനം ഉണ്ടാവാൻ എന്നത് നമുക്ക് ചുറ്റും നിൽക്കുന്ന പല ഘടകങ്ങൾ നമ്മളറിയില്ല. ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്കിത് അറിയാൻ സാധിക്കില്ല. ഇപ്പം നമുക്കിന്ന് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, രാത്രി മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരു മാധ്യമ പ്രവർത്തകനെ ഒരാൾ ഇടിച്ച് കൊല്ലുന്നുണ്ട്. അതിൻ്റെ കേസ് നടന്നു. ഉന്നത ഉദ്യോഗസ്ഥനാണ്, സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. അയാൾക്കെതിരെ ഒരു കേസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത്. പക്ഷെ അദ്ദേഹം ആ ഇടിച്ച വ്യക്തി, കാർ ഓടിച്ച വ്യക്തി ഒരു ദിവസം പോലും പോലീസിൻ്റെ ലോക്കപ്പിൽ പോലും കിടക്കേണ്ടി വന്നില്ല. ജയിലിൽ നിന്നല്ല, ലോക്കപ്പിൽ പോലും കിടക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥയില്ല. അതേസമയത്ത് മറ്റൊരു സന്ദർഭം കൂടെ ഉന്നയിക്കുക. 2018 മറ്റാണോ തോന്നുന്നു, കാസർഗോഡ് ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു, ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരാൾ. അദ്ദേഹം വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്തോ അവരുടെ ഒരു പാർട്ടിയെ മറ്റോ കഴിഞ്ഞ് രാത്രി ഒരു ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ രാത്രി പോലീസ് ചെക്കിങ്ങിൽ നിർത്തുന്നു. ഈ ഓട്ടോക്കാരനോട് പോലീസുകാരൻ എന്താ അവിടേക്ക് പോയത്, ആരാണ് പുറകിൽ എന്നൊക്കെ ചോദിക്കുന്ന അന്വേഷണം. അപ്പോൾ ഇയാളൊരു സംശയാലു എന്നുള്ള നട്ടിൽ ഈ മജിസ്ട്രേറ്റിനെയും എന്താണ് ആരാണ് എന്നൊക്കെ കുറച്ചൊരു റാഷ് പോലീസിൻ്റെ ഭാഷയിൽ ചോദിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈഗോ ഹർട്ടാവും. കാരണം ഞാൻ മജിസ്ട്രേറ്റാണ്, വേഗം പോകണം, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി. അപ്പോൾ അത് സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഷയും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പോലീസുകാരെന്തോ കയ്യേറ്റം ചെയ്യുന്നു. അദ്ദേഹത്തെ പിടിച്ച് ലോക്കപ്പിലിടുന്നു. കാരണം ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം മജിസ്ട്രേറ്റ് ആണെന്ന് തോന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാരണം.
അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മജിസ്ട്രേറ്റാണ്. അപ്പോൾ പിറ്റേ ദിവസം ഈ ക്വാർട്ടേഴ്സിലെത്തിയിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യണം. നോക്കൂ, ഈ വാർത്ത നമ്മൾ അറിഞ്ഞിട്ടില്ല. ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഏതെങ്കിലും പത്രത്തിലെ റിപ്പോർട്ടുകൾ അറിയായിരിക്കും. അതേസമയത്ത് നോക്കൂ, ഇതാണ് ജാതി. അവിടെ ശ്രീരാം വെങ്കട്ടരാമൻ എന്നൊരാൾക്ക് ഒരു ദിവസം പോലും ലോക്കപ്പിൽ പോലും കിടക്കേണ്ടി വരാത്തൊരവസ്ഥ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഇടയിലുള്ള ജാതി. ഈ കോവിഡ് കാലഘട്ടത്തിൽ ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പലരും ആത്മഹത്യ ചെയ്തതിൻ്റെ കണക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ദളിത് പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതാണ് ജാതി. അതേസമയത്ത് പൂങ്കുന്നത്ത് ബ്രാഹ്മണ സഭയുടെ ഒരു പരിപാടിയിൽ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജി വന്ന് പ്രസംഗിച്ച് ബ്രാഹ്മണനാണ് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, ബ്രാഹ്മണനായി ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഒരു സുപ്രീം കോടതി ജഡ്ജി വന്ന് പ്രസംഗിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഏതോ ചർച്ചയായി. പക്ഷേ കാര്യമായ ഒരു നടപടിക്രമം ഉണ്ടായില്ല. പക്ഷെ അതേസമയത്ത് തമിഴ്നാട്ടിൽ തമിഴനായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള കർണൻ എൻ്റെ മുന്നിൽ വരുന്ന കേസുകൾ ഒക്കെ അലവലാതി കേസുകൾ, അത്ര പ്രമാദമായ കേസുകളൊന്നും എൻ്റെ മുന്നിൽ വരില്ല, പ്രമാദമായ കേസുകളൊക്കെ വേറെ ബെഞ്ചിൻ്റെ മുന്നിലാണ് പോകുന്നത് എന്നൊരൊറ്റ പ്രസ്താവന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കോടതി ലക്ഷ്യത്തിന് വലിയ രീതിയിൽ മാധ്യമ വിചാരണ ചെയ്യപ്പെടുന്നു. അദ്ദേഹം ഒളിവിൽ പോകുന്നു, ജയിലിലാവുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് അവരുടെ ന്യായം. ഇതെങ്ങനെയാണ് ഒരേ സമയത്ത് ഭരണഘടനയെ മുറുക്കി പിടിക്കുന്ന ഒരാൾ ഒരു വിഭാഗം മനുഷ്യരെ ഏറ്റവും ക്യാമറാണ് എന്ന് പൊതുപ്രസ്താവന നടത്തുകയും മറ്റൊരാൾ പറയണത് അപ്രസക്തമായി അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായി തീരുകയും ചെയ്യുന്ന ഞാൻ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ഒരു നൈറ്റ് വാച്ച്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം രാത്രിയാണ് വരേണ്ടത്, പക്ഷെ രാത്രി ഇദ്ദേഹം വരില്ല. അതിനപ്പോൾ അദ്ദേഹത്തിന് പേടിയുണ്ട്. അപ്പോൾ രാത്രി അപ്പുറത്താരോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഭയമായതുകൊണ്ട് രാത്രി പലപ്പോഴും വരില്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് ഷോർട്ടേജായി, അദ്ദേഹത്തിന് ശമ്പളം മുടങ്ങി. അയാളൊരു നമ്പൂതിരിയായിരുന്നു. അയാൾക്ക് വേറെ പൂജാതി കർമ്മങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അയാൾക്കൊരു സർക്കാരിൻ്റെ വരുമാനം വേണമെന്നും അതിൻ്റെ പെൻഷൻ കിട്ടണമെന്നും ആഗ്രഹം കൊണ്ട് ഇയാൾ ഇത്തരം ജോലിയിൽ ഇദ്ദേഹം കാണിച്ച അനാസ്ഥകളെ മുഴുവനും മറികടക്കുന്ന വിധത്തിൽ അയാളുടെ അപേക്ഷകൾ പോകുന്നു. പക്ഷേ അയാൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ അതൊക്കെ ഓരോ ഘട്ടത്തിലും ഓഫീസിൽ നിന്ന് നീങ്ങിട്ടും മറ്റൊരാരെങ്കിലും അങ്ങനെ പോയാൽ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമ്മുടെ ഇടയിലൊക്കെ ഇത് കാണും. ഈ കാഴ്ചയെ നമ്മൾ തിരിച്ചറിയാൻ, നേരത്തെ അദ്ദേഹം പറഞ്ഞു തരും, നമ്മളിത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെന്താണ് പരിഹാരം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ശ്യാംകുമാർ ഇതിനെ വലിയ രീതിയിൽ, ശ്യാംകുമാറുടെ ഈ പുസ്തകത്തിനകത്ത് ഒരേ സമയം നമ്മുടെ സമൂഹത്തിലെ ഓരോ ഘട്ടങ്ങളിൽ നടക്കുന്ന അനീതികളെ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയത്ത് അക്കാദമികമായ തലങ്ങളിൽ നടക്കുന്ന പഠനങ്ങൾ, ഉദാഹരണത്തിന് ഗായത്രി സ്പിവാക്കിൻ്റെ ക്യാൻ ദി സബാൾട്ടൺ സ്പീക്ക് എന്ന ലേഖനത്തെ മുൻനിർത്തിയുള്ള വായനകളെ അദ്ദേഹം പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. നിരന്തരം ഇടപെടുക എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നോക്കിയിട്ട് ശ്യാംകുമാറിൻ്റെ ഒരു കൃതിയും നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക. ജാതി പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇദ്ദേഹത്തെ പോലുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്തം ശ്രീനാരായണ സമാജം പോലുള്ള സമാജത്തിനുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ അവാർഡ് ഇദ്ദേഹത്തിന് നൽകണം എന്ന് പ്രൊഫസർ എം എൻ വിജയൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അവാർഡുകൾ സിംഹത്തെ പത്തി മടക്കാൻ, നഖം മുറിച്ച് കളയാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് പിന്നെ അവാർഡ് കൊടുത്താൽ അയാളെ അടക്കിയിരുത്താം എന്നുള്ളതാണ് എന്നും പറയേണ്ട ഒരു അവസരമുണ്ട്. ഒരിക്കലും അങ്ങനെ അടങ്ങിയിരിക്കാത്ത വിധത്തിൽ ധീരമായി പോരാടാൻ അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ടും ആ പോരാട്ടം നടത്തുന്ന ആളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക തസ്തികകളിൽ നടക്കുന്ന സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഇടപെടലുകളെ ചോദ്യം ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ അദ്ദേഹത്തെ കാണിക്കുന്ന ആർജവത്തെയും ഞാൻ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ അതുകൊണ്ട് നിരന്തരം ഭരണകൂടവുമായി മല്ലിടുന്ന വിധത്തിൽ, അത് ഭരണകൂടമാണ് ഈ ജാതിയെ സംബന്ധിച്ച് ഏറ്റവും ഇപ്പോൾ ഇനി ആരൊക്കെ
ഭരണം മാറി വന്നാലും ജാതി അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഘടന. ആര് ഇടതോ വലതോ അതിനപ്പുറത്തോ ഒക്കെ മാറി വന്നാൽ, തീവ്ര വലതോ ഒക്കെ വന്നാൽ പോലും ജാതിയെ നിലനിർത്തുന്നു. അതുകൊണ്ട് നിരന്തരം സമരസപ്പെടാത്ത രീതിയിൽ സ്വയം ആത്മവിമർശനപരമായി കൊണ്ടും ജാതിയുമായി മുന്നോട്ട് പോകാൻ ശ്യാംകുമാറിൻ്റെ രചനകൾക്ക് സാധിക്കുന്നുണ്ട്. അതിനിയും മേൽക്കുമേൽ ഉണ്ടാകട്ടെ എന്നും കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഈ ഒരു വിഷയത്തെ, ശ്യാംകുമാറിൻ്റെ പുസ്തകം എല്ലാവരും വായിക്കണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും. നന്ദി, നമസ്കാരം.